നിസാറേ. ആ മമാലിക്ക, നിങ്ങൾ മേലെ പോയിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. സർ, സമീറിനോടൊന്ന് വരാൻ പറയാം വേഗം. സലാമലൈക്കും. വലൈക്കും സലാം. ഇരിക്കും. എങ്ങനുണ്ട്? കാണാൻ കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. എന്തുകൊണ്ടും നിങ്ങൾക്ക് യോജിച്ച ബന്ധ. പിന്നെ ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചതുകൊണ്ട് കുടുംബഭാരം മുഴുവൻ അവന്റെ തലയിലാ. അതുകൊണ്ട് പണത്തിനല്പം കുറവുണ്ടെന്നേ ഉള്ളൂ. അതേതായാലും നിങ്ങളടുത്തുണ്ടല്ലോ. പിന്നെ 5 നേരം പള്ളിയിൽ പോയി അള്ളാഹുവിനെ ഭയപ്പെട്ട് നടക്കുന്നവനാ. അത് തന്നെയല്ലേ വലിയ മുതല്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് വലിയ വലിയ മുതലാളിമാരെ മക്കളെ കിട്ടിക്കൂടാന്നില്ല. പക്ഷേ അവൻ 5 നേരം ബാറിൽ പോകുന്നവനാണെങ്കിലോ? ഭാവിയിൽ അവന്റെ വീട്ടിലെ മുതലും നിങ്ങളുടെ വീട്ടിലെ മുതലും ഒന്നും തികയില്ല അവനും സുഹൃത്തുക്കൾക്കും സ്വർഗലോകത്തിലൂടെ സഞ്ചരിക്കാൻ. നിസാറ് സമർത്ഥനാ. അതുകൊണ്ടല്ലേ എന്റെ പകുതി ഭാരം അവനെ ഏൽപ്പിച്ചത്. പിന്നെ സാമാന്യ ശമ്പളവും ഞാൻ കൊടുക്കുന്നുണ്ട്. ജോലിയാണെങ്കിൽ 8 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാ വേണമെന്നുണ്ടെങ്കിൽ നസീമാനെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാ. എന്നാ പിന്നെ ഞാനിനി ഒന്നും ആലോചിക്കുന്നില്ല. ബാക്കിയെല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടെ. എന്നാ പോട്ടെ. എന്താ നിന്റെ തീരുമാനം? അല്ലെങ്കിൽ തന്നെ താങ്ങാൻ കഴിയാത്ത ഭാരായിട്ടാ ഞാൻ നടക്കുന്നത്. ഇപ്പൊ കോയാക്ക മാത്രല്ല, റൂമില് അളിയനും കൂടി ഉള്ളതാണ്. അവളെങ്ങാനും അവിടെ കേറി വന്ന നിനക്ക് കഴിയില്ലെങ്കിൽ പറ, ഞാൻ തന്നെ അവളോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞോളാം. മമാലിക്ക, പെണ്ണാണ് ജാതി. ഏത് രഹസ്യവും ഒരു നിമിഷം കൊണ്ട് പുറത്തുവിടും. ഏതായാലും ഞാനൊരു നല്ല കമ്പനിയിൽ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാവും. അതോടെ അവൾ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. അല്ല, നിസാർ പോയോ? ഓ നേരത്തെ പോയിക്കണല്ലോ. അല്ല മുസ്തഫ, ഈ നിസാർ എന്തിനാ എന്നും പണി മാറ്റി പോകുമ്പോ ടയ്യോ കെട്ടി ഡ്രസ്സും മാറ്റി പോണത്? അതെ, ഓന്റെ ആദ്യത്തെ കമ്പനിയിലെ യൂണിഫോമാ. ആ പണി പോയ കാര്യം ആരും അറിയണ്ടെന്ന് വെച്ചിട്ടാ. പ്രത്യേകിച്ച് ഓന്റെ പെണ്ണുങ്ങള്. ഓള് വലിയ കായ്ക്കാരത്തെയാണ്. പാവം. ആഹാ, ഇന്ന് ഉറങ്ങിയിട്ടില്ലേ? നേരം
വൈകിട്ടാ വരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെന്നില്ല നിങ്ങക്ക്? മറ്റുള്ള ഫാമിലിയെ കൂടെ കെട്ടിയിരുന്നായിരുന്നോ? ഞാൻ കാരണം അവരുടെ ഷോപ്പിംഗ് കൂടെ മുടങ്ങിയില്ലേ? എന്നും ഇങ്ങനെ തെണ്ടി നടക്കാൻ എനിക്കിപ്പോ സമയമല്ല. കല്യാണം കഴിഞ്ഞതിന് മുമ്പേ എന്തൊക്കെയാന്ന് എന്റെ ഉപ്പാ കൊടുത്ത വാക്ക്? മോളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, പൊന്നുപോലെ നോക്കും. ഇപ്പൊ പൊന്നു പോയിട്ട് ചെമ്പ് നോക്കണ കണ്ണോടുകൂടി നോക്കുണ്ടോ? കൂട്ടിലിട്ട കിളിയെ പോലെ കഴിയാനൊന്നും എന്നെ കിട്ടൂല. നസിയ ഒന്ന് പതുക്കെ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ കേക്കും. ഈ അറബികൾക്ക് നമ്മൾ ഈ കടകട വർത്താൻ ഒന്നും സഹിക്കൂല. അതുകൊണ്ട് ഒന്ന് പതുക്കെ പറ. എല്ലാത്തിനും കാരണം ആ മുതലാളി ഉണ്ടല്ലോ, മമ്മാലി. അയാളാണ് എന്റെ ഉപ്പാനെ ഈ കെണിപ്പെടുത്തിയത്. കരീമാജിയെ നാട്ടില് സ്ഥിരമായി നിക്കാൻ പോയതൊന്നല്ലോ, ഇങ്ങോട്ട് വരട്ടെ. ഞാൻ എടാ അതോ അതോ എടാ അതോ അതോ എന്താ എടാ ആര് നീ പുറത്താരോ അറിയാത്ത ആള് വന്നിട്ടുണ്ട്. എവിടെ? ഒന്നും എന്റെ പണി പോന്നാ പോര് പോര് വാ. പോരെ ഞാനും വരണം. ഇത് നമ്മളെ കോയാക്കല്ലേ? കോയാക്കല്ല, കോയ, കോഴിക്കോട് കോയ. എന്തിയേ പറ്റിയില്ലേ? ഒരുപാട് കാലായി വേണ്ട വേണ്ടാന്ന് കരുതി ഇങ്ങനെ ഇരിക്കണു. എവിടെ ചെന്ന് പണി കഴിച്ചാലും മൂത്തു തന്തയി നരച്ചു. ഈ ഓമനനര എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വരുന്നല്ലേ? ഈ നിരക്ക് ഓമന നരാന്നല്ല പറയാ, ആമിന നരാന്നാ. അപ്പൊ 77 വെടിയും വിട്ട് നടക്കല്ലാതെ പണിയൊന്നുമില്ലേ? പണിയൊക്കെ എമ്പാടുണ്ട്. ഏറിയ കേടുള്ളൂ ഞമ്മടെ ആൾക്കാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കലേ. മനസ്സിലായില്ലേ? മലയാളികൾക്ക് മെസ്സ് വെച്ചു കൊടുക്കണ പണി. പിന്നെ ആ പണി അങ്ങോട്ട് എടുത്തോന് പിന്നെ നരകത്ത് കടക്കേണ്ടി വരൂല. പടച്ചോൻ പറയും ആന്റെ നരകമൊക്കെ ദുനിയാവിൽ തന്നെ കഴിഞ്ഞിക്കണു. പണ്ടേ 77 കള്ളലോഞ്ചി കേറി പോന്നിട്ടേ ദാ കാണുന്നു ദുബായിന്ന് പറഞ്ഞ് നടുക്കടലിൽ ചാടിയിട്ട് അവിടുന്ന് കരപറ്റാം ഇത്ര പണി ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതിന്റെ ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഇന്ന് ഏതായാലും പണി കേറിയിട്ട് കോയി പഴിന് ചവിട്ടുള്ളൂ. ആരോടാ കളി? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. എന്താ ആളെ കോയൊക്ക പണി ചാൻസ് ഉണ്ട് കാരണം ആളെ വിളിച്ചിരുത്തിയാണ്ട് എടുത്തുണ്ട് പണി ചാൻസ്. അല്ലാരത് കോയാക്കേ, സോറി ട്ടോ, ആളെ മനസ്സിലായില്ല. എന്തിയെ അനക്ക് പറ്റിയില്ലേ? എവിടെ എന്റെ പണി ചാൻസ്? പണിച്ചാൻസ് ഒക്കെ ഉണ്ട് ട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞ അറബിന്റെ വീട്ടിക്ക് വയസ്സായ തന്തനെ ആരിസായിട്ട് നിക്കാനാ വേണ്ടത്. ആരെങ്കിലും പറഞ്ഞ തന്ത ഈ വേഷം കെട്ടി വരാന് പേക്കോലും തന്ത അവിടുന്ന്.
അല്ല എന്താ ഈ ആലോചിച്ചിരിക്കണത്? ഓനപ്പം ഉണ്ടായിരുന്ന ഉഷാറൊക്കെ പോയോ? അല്ല ഇവിടെ ഇങ്ങനെ എത്ര ദിവസം വെച്ചിട്ടാ നിക്കുക? എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞാൻ ഇവിടെ നിക്കണത് ബൽക്കൊരു ബുദ്ധിമുട്ടാണല്ലോന്ന്. എടാ പൊട്ട, ഇജ്ജെന്താ അളിയനെ കുറിച്ച് കരുതിക്കണത്? അന്നെപ്പോലത്തെ 100 ആൾക്കാര് 10 കൊല്ലം അവിടെ നിന്നാലും എന്റെ അളിയന് പുല്ല. ഗൾഫ് മേഖലയിൽ ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയ കൊമ്പൻ സ്രാവല്ലേ. തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ആളിയനെ കൊണ്ടേ ഞമ്മക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറയാം. എന്താ പോരെ? അത് മതി. എന്നാലും അളിയൻ തിമിംഗലോ സ്രാവാന്ന് എനിക്ക് തോന്നണില്ല. അതാ പറഞ്ഞത്. മൂപ്പരെ കണ്ട അനക്ക് എന്നല്ല ആർക്കും അങ്ങനെ തോന്നൂല. നാട്ടില് മൂപ്പര് വെറും മമ്മാലി. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് മൂപ്പര് ആരാന്നറിയോ? അത്താണി മമ്മാലി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഈ വലിയ കോടീശ്വരൻ. പക്ഷേ ഇസ്തിരി ചുളിയാത്ത അന്റെ ഈ പാന്റിന്റെയും കുപ്പായത്തിന്റെയും ഉള്ളില് കടം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? 10-18 കൊല്ലം ഈ മരുഭൂമിയിൽ ഈ വേർപ്പൊഴുക്കിയിട്ട് എന്തുണ്ടാക്കി? പെണ്ണുങ്ങളെ വാക്കും കേട്ട് ലോകത്തെവിടെയില്ലാത്തൊരു മണിമാളിക കെട്ടിപ്പോക്കി. എന്നിട്ടോ അതിന്റെ കടം വീട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് വീഡിയോ അതിനെങ്ങനെ കാണുന്നോലൊക്കെ കണക്ക് മുസാബിന്റെ നടുക്കണ്ടങ്ങളല്ലേ? അതുകൊണ്ടല്ലേ ആ ജബ്ബാർ എന്നെ വെച്ച് ചാടി പോയത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കൂട്ടുണ്ടയ്യൊക്കെ അയച്ചു വെച്ച് കൊടുക്കാനുള്ളവരോട് സത്യം തുറന്നാണ് പറഞ്ഞളാ, അതാണക്ക് നല്ലത്. അറിയാൻ പോയാക്ക, എല്ലാം തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകം അറിഞ്ഞ നാളെ കടക്കാരുടെ കാവലായിരിക്കും റൂമിന് മുമ്പില്. ഓരോ ദിവസം കിടക്കുന്നതും വിറക്കുന്ന മനസ്സോടെയാണ്. എന്താണെന്നറിയോ? നേരം വെളുക്കുന്നതോർത്ത് അപ്പോഴൊക്കെ മനസ്സ് മന്ത്രിക്കും. എന്നെങ്കിലും എന്നെ ചതിച്ചവനെ കാണും. ആരെയും വഞ്ചിക്കണമെന്ന് കരുതിയിട്ടല്ല. ഇന്നും കൊടുക്കാനുള്ളവരൊക്കെ ഈ മമ്മാലിയെ നോക്കി പുഞ്ചിരിക്കുന്നത് എന്താണെന്നോ കുറച്ചു മുമ്പ് നിങ്ങൾ വലിച്ചെറിയാൻ പറഞ്ഞില്ലേ? ആ കൂട്ടിന്റെയും ടൈന്റെയും ഫലം കൊണ്ടാണ്. ഒക്കെ വിധിയാണ്. ചെണ്ട മദ്ദളത്തിനോട് പറഞ്ഞ പോലെയാണ് ഞമ്മളെ കഥ. ഒക്കെ ശരിയാകും. വാ പോവാ. ഇതാണ് എന്റെ പണിസ്ഥലം. പോരും. അവിടെ എന്താ പോക? അതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ട് പോരെ. ഇതാണ് ആ പുക. വലിച്ചോളിയാടാ, വലിച്ചോളി, മത്സരിച്ച് വലിച്ചോളി. എവിടൊക്കെ കത്തി കഞ്ഞോടത്തേക്ക് ഫയർഫോഴ്സ് പോണേ? ഓൻ ജീവിച്ചാൻ വേണ്ടിയുള്ള മരണപ്പാച്ചിലാ. പാവം രാത്രി 2 മണിക്കൊന്ന് കടന്നതാണേ. കമ്പനി തുറക്കുന്നതിന് മുമ്പേ ഓൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നാട്ടിൽ ഓന്റെ കുട്ടികൾ പട്ടിണി അടക്കും. എന്നാ വരും. ഇതാണ് മക്കളെ ഇബിലീസ് റൂം. നിങ്ങൾ അവിടെ ഇരിക്കും,
ഞാനൊന്ന് അത്തു നോക്കട്ടെ. എന്നാ എന്റെ കുട്ടികള് കടക്കാൻ നോക്കി, നേരെ നല്ലോണം വെളുത്തുക്കണു. രാത്രി ഇനി നീച്ച് കളിച്ചണ്ടല്ലേ, ഓർക്ക ചടപ്പ് വേണ്ടേ. എന്തിയേ പറ്റിയില്ലേ? നിങ്ങക്ക് ഇപ്പൊ ചോദിച്ചാളത് പണി കിട്ടണ്ടേന്നല്ലേ? അതിനെങ്ങനെ പണി കിട്ടുക? പണി വേണമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചോദിച്ചാലല്ലേ പണി കിട്ടുള്ളൂ. കൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി. ഈ ചോരത്തിളപ്പിൽ ഇതൊക്കെ നടക്കും. സുഖല്ലാതെ കിടക്കണ തന്തിയും തള്ളിയും കെട്ടിയോളും കുട്ടികളും ഇങ്ങളെയും കാത്ത അവിടെ ഇരിക്കണ്ടെന്നുള്ള ഓർമ്മ വേണം നിങ്ങക്ക്. ഗൾഫ് വരെ പറയിപ്പിച്ചാൻ വേണ്ടി ഓരോന്നിൽ കേറി വരും.